പരാതിയുടെ അടിസ്ഥാനത്തിൽ തൊടുപുഴയിലെ ഹോട്ടലുകളിൽ മിന്നൽ റെയ്ഡ് നടത്തി ഹെൽത്ത് സ്ക്വാഡ്. വിവിധ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനകളിൽ ന്യൂനതകൾ പരിഹരിക്കുന്നതിനായി നോട്ടീസ് നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുവാൻ നഗരസഭാ ചെയർമാൻ കെ ദീപക്, സെക്രട്ടറി ബിജു ജേക്കബ് എന്നിവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൊടുപുഴ നഗരസഭ ഹെൽത്ത് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിലെ വിവിധ പ്രദേശങ്ങളിൽ പരിശോധന നടത്തി. പല സ്ഥാപനങ്ങളിലെയും ഭക്ഷണം പാചകം ചെയ്യുന്നവർ ഹെയർ ക്യാപ്പ് ധരിച്ചിട്ടില്ല. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളിൽ തീയതി കൃത്യമായി രേഖപ്പെടുത്താതെയും അടുക്കളയുടെ പരിസരം വൃത്തിയില്ലാതെയും കാണാൻ കഴിഞ്ഞു. ന്യൂനതകൾ പരിഹരിക്കുന്നതിനായി നോട്ടീസ് നൽകി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. വലിയ പാത്രങ്ങൾ കഴിയും മാറി കത്തറേ സുനാമി ഇറച്ചി മീറ്റ് സ്റ്റാളുകളിൽ വിൽപ്പന നടത്തുന്നുണ്ടോ എന്നതറിയുന്നതിനായി മങ്ങാട്ടുകവല, മുതലക്കോടം എന്നിവിടങ്ങളിലുള്ള സ്റ്റാളുകളിൽ പരിശോധന നടത്തി. പഴയ മാംസം പരിശോധനയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. പരിശോധനയിൽ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിജോ മാത്യു, ദേവസേനൻ GS, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സതീശൻ VP, ദീപ PV എന്നിവർ പങ്കെടുത്തു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുവാൻ നഗരസഭാ സെക്രട്ടറി ബിജു ജേക്കബ്, ചെയർമാൻ കെ ദീപക് എന്നിവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൊടുപുഴ നഗരസഭയിൽ പല ഹോട്ടലുകളെ സംബന്ധിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായ പരാതികൾ ഉണ്ടായിട്ടുണ്ട്. വേണ്ടത്ര ശുചിത്വമില്ലാതെ ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നു, അതുപോലെ തന്നെ പഴകിയ ഭക്ഷണങ്ങൾ വിൽക്കുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് നിർദ്ദേശം നൽകി. തൊടുപുഴ നഗരസഭയിലെ മുഴുവൻ ഹോട്ടലുകളും വരും ദിവസങ്ങളിൽ പരിശോധിക്കുന്നതിനും പരിശോധിച്ച് അതിനകത്ത് വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുന്നതിനും വേണ്ട തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കം എന്ന നിലയിൽ ഇന്ന് നഗരസഭയിലെ ഏതാണ്ട് 15ഓളം ഹോട്ടലുകളും അതുപോലെ അറവുശാലകളും പരിശോധിക്കുകയുണ്ടായി. പല സ്ഥലങ്ങളിലും കണ്ടത് നമുക്ക് വളരെ സങ്കടം തോന്നുന്ന കാര്യങ്ങളാണ്. കാരണം പല സ്ഥലങ്ങളിലും വേണ്ടത്ര ശുചിത്വം പാലിക്കുന്നില്ല. പഴകിയ ഭക്ഷണങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും പഴകിയ ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ അത് കൈയോടെ നശിപ്പിക്കുകയും അതുപോലെ തന്നെ ശുചിത്വമില്ലാത്ത ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നഗരസഭാ പ്രദേശങ്ങളിലെ മുഴുവൻ ഹോട്ടലുകളിലും ഈ പരിശോധന നടത്തുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായും 2-3 കാര്യങ്ങളാണ് പരിശോധിക്കുന്നതിലുള്ളത്. ഒന്ന്, പഴകിയ ഭക്ഷണം എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. രണ്ടാമത്, ഉപയോഗിക്കുന്ന വെള്ളം, അതുപോലെ തന്നെ അവിടുന്ന് വേസ്റ്റ് എങ്ങനെ മാറ്റുന്നു, അത് ഒഴുക്കി വിടുന്നുണ്ടോ പൊതുസ്ഥലത്തേക്കോ ഓടയിലേക്കോ എന്നുള്ളതിനെക്കുറിച്ചും പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഴ്ചകൾ വരുത്തുന്ന സ്ഥാപനങ്ങളെ നമ്മൾ വ്യക്തിപരമായ ഒരു സ്ഥാപനത്തോടും അല്ലെങ്കിൽ ഇത് കൂട്ടുന്നതിനോ അല്ലെങ്കിൽ അടപ്പിക്കുന്നതിനോ ഒന്നും ഉള്ള തീരുമാനമില്ല. പക്ഷേ ഇത് കൃത്യമായും ശുചിത്വം പാലിച്ചുകൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു കാര്യം അവരെ അറിയിക്കുക കൂടി ചെയ്യുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സ്മാർട്ട് ഫോൺ ടെക്നോളജി ഇപ്പോൾ സ്കോളർഷിപ്പോടെ പഠിക്കാം വെറും 3 മാസം കൊണ്ട്. പ്രോണിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ്, മാരിയിൽ ക്ലിങ്ക്, തൊടുപുഴ.